സംസ്ഥാന സർക്കാർ ഒരു പിടിവാശി തുടരുന്നുവെന്ന് തോന്നുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇപ്പോഴും ഇത്രയും ദിവസമായല്ലോ. എനിക്ക് ഇതിൽ രാഷ്ട്രീയം ചെയ്യാൻ ഒരു താല്പര്യമുണ്ട്. ഇതൊരു ജെന്യുവൻ ഇഷ്യൂ ആണ്. എന്തുകൊണ്ട് ജെന്യുവൻ ഇഷ്യൂ? ആശാ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള മോഡൽ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഹെൽത്ത് സിസ്റ്റമിൻ്റെ ഏറ്റവും ഫ്രണ്ട് ലൈൻ വാരിയേഴ്സാണ് ആശാ വർക്കേഴ്സ്. അവരെ ഇങ്ങനെ 32 ദിവസം ഇരുത്തി അവരെ കൂടെ ചർച്ച ചെയ്യാണ്ട് ഒരു ഒരു സമരം ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സിമ്പിൾ പോയിൻ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു മോറൽ ഡ്യൂട്ടിയാണ് അവരെ വിളിച്ച് ഇരുത്തി ചർച്ച ചെയ്യാൻ, അവരുടെ ഗ്രീവൻസസ് എന്താണ് കേൾക്കാൻ, അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കണം. അതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. നോക്കൂ, ഇതിൽ കുറേ ആൾക്കാർ രാഷ്ട്രീയം കളിക്കുന്നു. അവർ പോയിട്ട് പാർലമെൻറ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്, അവിടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനല്ല ഇവർ ചോദിക്കുന്നത്. അവരുടെ ഒരു ജെന്യുവൻ ഗ്രീവൻസസ് ഉണ്ട്. അതിൻ്റെ ഒരു പരിഹാരം എടുക്കാൻ ആരാണ് റെസ്പോൺസിബിൾ? സംസ്ഥാന സർക്കാരാണ്. ആശാ വർക്കേഴ്സ് കേരളയിലെ മെഡിക്കൽ സിസ്റ്റത്തിലെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്. അതിൻ്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന സർക്കാരാണ്. അവർക്കാണ് ഇരുന്ന് ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു രാഷ്ട്രീയമല്ല കളിക്കുന്നത്. ഞാനൊരു റിക്വസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഇവിടെ വിളിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. പിന്നെ എന്തിനാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ജോബ്, ഒരു തൊഴിലൊന്നുമില്ലേ, റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. അവർക്കുണ്ടല്ലോ ഒരു റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി അവർ ഡിസ്ചാർജ് ചെയ്യണം. സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ എവിടെ നോക്കിയാലും എല്ലാ റെസ്പോൺസിബിലിറ്റീസും എല്ലാ ഫൈനാൻഷ്യൽ ഡെവല്യൂഷൻസ് ഓൺ ടൈം ആസ് പെർ റൂൾസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു തർക്കമില്ല, ഇതൊരു ഡിസ്പ്യൂട്ടില്ല. ഇവിടെ ഇഷ്യൂ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ്, ഇക്കണോമിക് ക്രൈസിസിൻ്റെ ഏറ്റവും വലിയ കോസ്റ്റ് ഫേസ് ചെയ്യുന്നത്, അത് ബേർഡൻ ഈ ആശാ വർക്കേഴ്സാണോ, KSRTC എംപ്ലോയീസ് ആണോ, പെൻഷനേഴ്സ് ആണോ, അവർക്ക് എല്ലാവർക്കും എന്താ ഇങ്ങനെ പ്രോബ്ലം? അതുകൊണ്ട് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മോറൽ ഡ്യൂട്ടിയാണ് അവരെ വിളിച്ച്